ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗിലേക്കാണ് ആദ്യം നമ്മൾ പോകുന്നത്. ധർമ്മസ്ഥലയിൽ ഭൂമി തട്ടിയെടുക്കാൻ മലയാളിയെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തൽ. ഇടുക്കി കട്ടപ്പന സ്വദേശി കെ എ ജോയിയാണ് 2018 കൊലപ്പെടുത്തിയത്. വാഹനം ഇടിപ്പിച്ചായിരുന്നു അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന് മകൻ അനീഷ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. ഭീഷണിയെ തുടർന്ന് കുടുംബത്തിന് ധർമ്മസ്ഥലയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. തട്ടിയെടുത്ത ഭൂമിക്ക് നിലവിൽ മതിപ്പ് വില കോടിയിലേറെയാണെന്നും ഭൂമി തിരിച്ചുപിടിക്കാൻ നിയമ പോരാട്ടം ആരംഭിച്ചതായും അനീഷ് ന്യൂസ് 18നോട് പറഞ്ഞു. KV ബൈജു കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ബൈജു, ഓരോ ദിവസവും നമ്മൾ ഓരോ പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ധർമ്മസ്ഥലയിൽ നിന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയങ്ങളിൽ, ഈ കൂട്ടക്കൊലപാതക പരമ്പരയിൽ നടപടിയെടുക്കാതെ, കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കാതെ നമ്മൾ ഈ വാർത്തയിൽ നിന്ന് പിന്മാറില്ല എന്ന് തുടക്കത്തിലെ സൂചിപ്പിച്ചതാണ്. ഇപ്പോൾ ഇതാ ഒരു മലയാളി അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നു, അതും 2018 എന്ന പുതിയ വിവരം. ഭൂമി തട്ടിയെടുക്കുവാൻ വേണ്ടിയിട്ടാണ് തന്റെ അച്ഛനെ കൊലപ്പെടുത്തിയതെന്ന മകൻ തന്നെ ന്യൂസ് 18നോട് വെളിപ്പെടുത്തുന്ന സാഹചര്യം. വിശദാംശങ്ങൾ. തീർച്ചയായും 2018 ഈ സംഭവം നടന്നതെന്നാണ് ഇതിൽ ഏറ്റവും ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. 2018 ഏപ്രിൽ 5 ഇത്തരത്തിൽ വാഹനം ഇടിപ്പിച്ചാണ് കൊലപ്പെടുത്തിയത് കെ ജെ ജോയിയെ. ഇടുക്കി കട്ടപ്പന സ്വദേശിയാണ്. വർഷങ്ങൾക്ക് മുൻപ് കുടിയേറ്റക്കാരായി ഇവിടെ എത്തിയതാണ്. ഈ ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടി ഇത്തരത്തിൽ കൊലപാതകം നടത്തിയെന്ന ആരോപണമാണ് മകൻ ഉന്നയിച്ചിരിക്കുന്നത്. അതിലും അനീഷ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അനീഷാണ് ഇവിടെ നിന്നും പലായനം ചെയ്ത് ഇന്ന് ആദ്യമായാണ് ഇപ്പോൾ അനീഷ് ഈ നാട്ടിലെത്തുന്നത്. പ്രധാനമായും നമ്മുടെ ഈ വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആ ഒരു ധൈര്യം, പിന്നെ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം, ഇതാണ് അനീഷിനെ ഇപ്പോൾ വീണ്ടും ഈ നിയമ പോരാട്ടത്തിനും മറ്റുമായി എല്ലാം ഇവിടെ എത്താൻ കാരണം. ഏതായാലും അനീഷോട് തന്നെ നമുക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചോദിക്കാം. എന്താണ് ഈ 2018 അച്ഛന് സംഭവിച്ചത്? എന്താണ്? എൻ്റെ അച്ഛനെ 2018 ആക്സിഡന്റ് ചെയ്താണ് എൻ്റെ അച്ഛനെ കൊല്ലുന്നത്. സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് കൊല്ലുന്നത്. ഞാനൊക്കെ ജനിച്ചു വളർന്നത് ധർമ്മസ്ഥലത്താണ്. ധർമ്മസ്ഥലം വില്ലേജിൽ പുളിഞ്ചിലോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലം. ജനിച്ചതും എല്ലാം അവിടെയായിരുന്നു. എൻ്റെ വല്യപ്പനൊക്കെയായിട്ട് ഒരു 10-50 വർഷം മുമ്പ് കുടിയേറ്റക്കാരായിട്ട് ധർമ്മസ്ഥലത്ത് വന്ന് താമസിക്കുന്നവരാണ്. അവിടെ ഈ ആദ്യകാലങ്ങളിൽ ലെമൺ ഗ്രാസ്, പുൽത്തൈലെന്ന് പറയും, ഈ പുൽത്തൈലം എടുത്ത് ജീവിച്ച ആൾക്കാരാണ് എൻ്റെ വല്യപ്പനൊക്കെ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയ ചെറിയ കൃഷികളും കാര്യങ്ങളെല്ലാം തുടങ്ങി. റബ്ബറായി. ആദ്യം കുറച്ച് നെൽകൃഷി നടത്തി. അത് കഴിഞ്ഞിട്ട് റബ്ബർ, പിന്നെ കശുവണ്ടി, ഇങ്ങനെയെല്ലാം ഓരോ കാര്യങ്ങളൊക്കെ നടത്തി വന്നതാണ്. അന്ന് ആദ്യകാലങ്ങളിൽ വന്ന് ഈ സ്ഥലം വെട്ടിപ്പിടിച്ച് എടുത്ത് താമസിക്കുന്ന രീതിയായിരുന്നു പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിന് പട്ടയം ആക്കി കൊടുക്കുന്ന രീതിയായിരുന്നു. അങ്ങനെ ആ സ്ഥലത്തിന് ഒരു 20 ഏക്കർ സംതിങ് സ്ഥലത്തിന് ആദ്യം പട്ടയമായി കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന സ്ഥലത്തിന് പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 20 ഏക്കർ സ്ഥലത്തിന് പിന്നെയും പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ 20 ഏക്കർ സ്ഥലത്തിന് ആദ്യം പട്ടയമായ 20 ഏക്കർ സ്ഥലത്തിന് വേണ്ടിയിട്ടായിരുന്നു. റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം. ഒരു 1/2 കിലോമീറ്ററിലധികം റോഡ് ഫ്രണ്ടേജ് വരുന്ന സ്ഥലമായിരുന്നു. ആ സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് ടോർച്ചർ ഇവർ തുടങ്ങുന്നത്. ഈ സ്ഥലം നമുക്ക് വേണമെന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. എൻ്റെ വല്യപ്പനെ അന്ന് ഈ ധർമ്മസ്ഥലത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് സ്റ്റേഷൻ ഇല്ല ആ കാലങ്ങളിൽ. അന്ന് അവരുടെ സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ ധർമ്മസ്ഥല വീട് എന്ന് പറയുന്നതാണ് ഈ സ്റ്റേഷനായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് എൻ്റെ വല്യപ്പനെ ഒരു രാത്രി മുഴുവനും അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട് എൻ്റെ വല്യപ്പനെ. ഇതൊക്കെ എൻ്റെ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള അറിവുകളാണ് എനിക്ക് മൊത്തം. അന്ന് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്താണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. രാവിലെ നേരം വെളുക്കുന്നവരെ എൻ്റെ വല്യപ്പനെ അവിടെ കൊണ്ടുപോയിട്ട് അടിച്ചിട്ടുണ്ട്. കാരണം വെറും ചെറിയൊരു റീസണാണ്. ഒരു കന്നാലി ഇടിവെട്ടി നമ്മുടെ പറമ്പിൽ ചത്തതാണ് പ്രശ്നം. ഇവർ ആ ഒരു റീസൺ പറഞ്ഞിട്ടാണ് എൻ്റെ വല്യപ്പനെ കൊണ്ടുപോയിട്ട് അടിക്കുന്നതും. എന്നിട്ടും അവിടുന്ന് പറയുന്നത് സ്ഥലം ഞങ്ങൾക്ക് താന്ന് തന്നെയാണ് എൻ്റെ വല്യപ്പൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം എൻ്റെ വല്യപ്പൻ പറഞ്ഞു, സ്ഥലം ഒരിക്കലും ഞാൻ തരികയില്ല. എനിക്ക് 12 പേര് മക്കളുണ്ട്. എൻ്റെ വല്യപ്പന് 12 പേര് മക്കളാണ്. എൻ്റെ പപ്പാടെ ചേട്ടനിമാർ പെങ്ങന്മാരെല്ലാവരും 12 പേരുണ്ട്. അത് നിങ്ങൾ എന്നെ കൊന്നാലും കുഴപ്പമില്ല, സ്ഥലം ഒരിക്കലും ഞാൻ തരികയില്ല. അത് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളതെന്ന് എൻ്റെ വല്യപ്പൻ അന്നേ പറഞ്ഞായിരുന്നു. എന്നിട്ട് അവിടെ ആ സ്ഥലം അങ്ങനെ തന്നെ അവിടെ തന്നെ നിലനിന്നു. പിന്നെ ഇവരുടെ ടോർച്ചറുകൾ പിന്നെ നടന്നുകൊണ്ടുണ്ടായിരുന്നു. അതൊന്നും ഇവർ ആരും അത്ര വലിയ മൈൻഡൊന്നും ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് കാലങ്ങൾ പോയി സ്ഥലമെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആയി. പിന്നെ കുറച്ചുകൂടെ അവിടെ സ്ഥലങ്ങളെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് വന്നു. ആ സമയത്താണ് അവിടെ ധർമ്മസ്ഥലത്ത് കല്ലേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ പപ്പ ഈ ഗോലി സോഡ എന്ന് പറയും, സോഡ ഫാക്ടറി തുടങ്ങുന്നു. അതിൻ്റെ അകത്ത് അവിടെ കഞ്ഞി, ഓംലേറ്റ്, അങ്ങനത്തെ സംഭവം എല്ലാം തുടങ്ങുന്നു. അന്നേരമാണ് അവിടെ തുടങ്ങിയ സമയത്താണ് അവിടെ ഈ ധർമ്മസ്ഥലത്തിൻ്റെ ഫുള്ള് ലാൻഡ് ലിങ്ക്സ് ഇടപാടുകൾ നടത്തുന്ന
സുഭാഷ് എന്നും പറഞ്ഞ ഒരുത്തൻ അവിടെ വന്ന് എൻ്റെ പപ്പായുടെ അടുത്ത് വന്നിട്ട് നേരിട്ട് വന്ന് ചോദിക്കുന്നു. ആദ്യമൊക്കെ ഭീഷണിയായിരുന്നെങ്കിൽ ഈ നമ്മൾ ഹോട്ടലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ എന്തായി, അവിടെ വന്നിട്ട് നിങ്ങൾ സ്ഥലം കൊടുക്കുന്നോ വിൽക്കുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പം എൻ്റെ പപ്പ എന്താക്കി വീട്ടിൽ വന്നിട്ട് എൻ്റെ വല്യപ്പൻ്റെ അടുത്തും ചേട്ടനിമാരുടെ അടുത്തൊക്കെ സംസാരിക്കുന്നു. ഏതൊക്കെയാലും ഇവരുടെ ടോർച്ചറാ കാര്യങ്ങൾ. പിന്നെ എന്തിനാ ഇങ്ങനെ ഇവിടെ, എന്നാൽ പിന്നെ കൊടുത്തേക്കാന്ന് തീരുമാനിക്കുന്നു. 21 ലക്ഷത്തിന് സംസാരിക്കുന്നു. 21 ലക്ഷം പോയി. പിന്നെ ലാസ്റ്റ് അത് വെറും 18 ലക്ഷം രൂപയ്ക്കാണ് അന്ന് കച്ചവടം നടക്കുന്നത്. ആ സ്ഥലം 18 ലക്ഷത്തിന് കച്ചവടമാവുന്നു. ഇതിൻ്റെ സ്ഥലത്തിൻ്റെ മൊത്തം ഇടപാട് നടത്തിയത് എൻ്റെ പപ്പായ. എൻ്റെ പപ്പയുടെ പേര് KJ ജോയി. എൻ്റെ പപ്പായാണ് ഈ സ്ഥലത്തിൻ്റെ മൊത്തം ഇടപാടും കാര്യങ്ങളും നടത്തിയേക്കുന്നത്. എന്നിട്ടാണ് ഇവർ സ്ഥലം എല്ലാം അന്ന് ഡോക്യുമെന്റ്സ് ആയി കിടന്ന സ്ഥലം മൊത്തം ഇവർക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ളവരെല്ലാവരും കേരളത്തിലോട്ട് കുറേ പേര് പോയി. എൻ്റെ പപ്പായ്ക്ക് മാത്രം ഇവിടെ ഹോട്ടലുണ്ടായിരുന്നതിൻ്റെ പേരിൽ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് നമ്മൾ ചെറിയൊരു സ്ഥലം മേടിച്ച് അവിടെ താമസം തുടങ്ങി.